ഞാൻ എന്ത് അഡ്വൈസും ഇവൻ്റെ നിന്നാണ് ഞാൻ വാങ്ങിക്കാറ്. ആ അഡ്വൈസുകൾ ഞാൻ എടുക്കില്ല. അതല്ലാത്ത മറ്റുള്ള എല്ലാ അഡ്വൈസുകളും ഞാൻ ചെയ്യുന്നതായിരിക്കും. നിവിൻ പോളിയും മജു വർഗീസാണ് സെൻട്രൽ ക്യാരക്ടർ. സർവമായ എന്നാണ് സിനിമയുടെ പേര്. വൺ അമംഗ് ദ ലീഡിങ് ക്യാരക്ടേഴ്സ് ചെയ്തത് ശ്രീകുമാറാണ്. ഓഹോ, ശരിക്ക് ആണോ? അപ്പൊ അതിൽ ശരിക്കും വേറെ കാസ്റ്റിംഗ് ആയിരുന്നു ബേസിക്കലി. നീ പറഞ്ഞാണല്ലേ? അതിൽ ഒന്നുമില്ല, വെറുതെ ഇരിക്കാം. എന്നാൽ ഒരു കാര്യം വേറെ കൂടെ പോയ ഒരു സിനിമയിൽ അഭിനയിക്കാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ശ്രീകുമാർ അഭിനയിച്ചു. പിന്നെ അതല്ല, ഇപ്പോൾ ഒരു 500 രൂപയ്ക്കുള്ള അഭിനയമല്ല. അവനൊരു സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ഒരു 50,000 രൂപയ്ക്കുള്ള അഭിനയം അവൻ കാഴ്ചവെക്കും. അത് ഇത് നമുക്ക് വേണ്ട പ്രശ്നമാണ്, കഴുത്ത് പോണ കേസാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ സമാധാനിച്ച് വീട്ടിലേക്ക് വിട്ട വ്യക്തി എന്നെ പിറ്റേ രാവിലെ വിളിച്ച് പറയാണ്, ഞാൻ ശാലിനെ ചാടിപ്പിച്ചു, എത്രയും പെട്ടെന്ന് വായൊന്ന്. അവനെ ഇപ്പോഴും വിജീഷ് ബാച്ചിലറാണ്. അതൊന്ന് തീരുമാനത്തിലെത്തിക്കുക നിങ്ങൾ. വിജീഷ, എന്താ പരിപാടി? ശ്രീകുമാറേ, സുഖം. നന്നായി പോണു. എങ്ങനെ പോണു? നന്നായി പോണു. ഇത് ശ്രീകുമാർ പി മണ്ണുത്തി എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ പേര്. ഇപ്പൊ ശ്രീകുമാർ പൊടിയൻ എന്നാണ് വിളിക്കുന്നത്. സിനിമ സംവിധായകൻ, TV ഹോസ്റ്റ്. പറഞ്ഞോ. പിന്നെ എന്തൊക്കെയാ നീ ചെയ്യാത്ത പരിപാടി പറയായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം ഈ ദുനിയാവിൽ എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ടോ എല്ലാതും നടത്തി ശീലിച്ച ഒരു വ്യക്തിയാണ് ശ്രീകുമാർ. ഞാൻ എന്ത് അഡ്വൈസും ഇവൻ്റെ നിന്നാണ് ഞാൻ വാങ്ങിക്കാറ്. ആ അഡ്വൈസുകൾ ഞാൻ എടുക്കില്ല. അതല്ലാത്ത മറ്റുള്ള എല്ലാ അഡ്വൈസുകളും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വിജീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. നൂലുണ്ട എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നമ്മൾ സിനിമയിലെ നൂലുണ്ട. ഇപ്പോൾ വിജീഷ് ഇപ്പോൾ സത്യന്തിക്കാടിൻ്റെ മകൻ്റെ പടം അഖിൽ സത്യൻ്റെ പടത്തിലാണ് ഏറ്റവും അവസാനമായിട്ട് അഭിനയിച്ചേക്കണേ. അതിൻ്റെ വിശേഷം പറയും. അത് ചെറിയൊരു ക്യാരക്ടറാണ് അതിൽ അഖിൽ സത്യൻ്റെ പടം. നല്ലൊരു ക്യാരക്ടറാണ്. ആകെ 2 സീനിലുള്ളൂ, പക്ഷേ ഉള്ളത് നല്ല അടിപൊളി സീനാണ്. അത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് ഓവറായി പോകണ്ട. നിവിൻ പോളിയും മജു വർഗീസാണ് സെൻട്രൽ ക്യാരക്ടർ. സർവമായ എന്നാണ് സിനിമയുടെ പേര്. അഖിൽ സത്യനും ടീം അടിപൊളി ടീമാണ്. എന്താ പറയുക, ഭയങ്കര ഒരു സിനിമ പാഷനേറ്റ് അടക്കം നടക്കുന്ന ആ ഒരു എൻറ്റയർ ടീമിൻ്റെ കൂടെ അത്രയും പ്രൊഫഷണലായിട്ട്. ഞാൻ ആദ്യം സിംഗ് സൗണ്ട് പടം സിംഗ് സൗണ്ട് അതുകൊണ്ട് ഫുൾ സൈലൻസ്. അപ്പോൾ നമ്മൾ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യും കാലം എങ്ങനെയൊക്കെ പോകുന്ന പറയാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കട്ട് പറഞ്ഞു എവിടുന്ന് ഒരു ടിക് 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 ശബ്ദം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല എവിടുന്ന് വരുന്നത്. അവസാനം നോക്കുമ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണം. അപ്പൊ അതൊരു സൗണ്ടായിട്ട് മറ്റേ ക്യാപ്ചർ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ അത്തരം ഫ്രീഡമോളൊന്നും ഉണ്ടാവില്ലെങ്കിലും പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പക്ക സിനിമ പ്രൊഫഷണലിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുക ഭയങ്കര ഭാഗ്യമാണ്. ഇതിനൊക്കെ എക്സ്ട്രീംലി ടാലന്റഡ് ഡയറക്ടറാണ്. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ സർവമായ അല്ലാതെ ഞാൻ വേറൊരു സിനിമ ചെയ്തിരുന്നു, ടോണി സേവിയർ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ തന്നെ ചെറിയൊരു പ്രൊഡക്ഷൻ വെച്ചിട്ട് ഞങ്ങളൊരു സിനിമ ചെയ്തു, ടോണി സേവിയർ എന്ന് പറഞ്ഞിട്ട്. ഞാനാണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തത്. അതിൽ ഒരു വൺ അമംഗ് ദ ലീഡിങ് ക്യാരക്ടേഴ്സ് ചെയ്തത് ശ്രീകുമാറാണ്. ഓഹോ, ശരിക്ക് ആണോ? അപ്പോൾ അതിൽ ശരിക്കും വേറെ കാസ്റ്റിംഗ് ആയിരുന്നു ബേസിക്കലി. വേറൊരു ആർട്ടിസ്റ്റിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആർട്ടിസ്റ്റിന് ഇതിൻ്റെ ക്യാമ്പ്, അതായത് ഷൂട്ടിൻ്റെ ഒരു 4 ദിവസം മുന്നേ ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പിൻ്റെ തലേദിവസം പുള്ളിക്ക് എന്തൊരു ഇൻസിഡൻറ്റ് പറ്റിയിട്ട് വരാൻ പറ്റാതായി. അങ്ങനെ വേറൊരു ആർട്ടിസ്റ്റുകളും ആ സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ശ്രീകുമാർ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോൾ നോക്കിയാലും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പണിയും തൊഴിലില്ലാതെ ഞാൻ ഒരു ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ ഒന്നുമില്ല, വെറുതെ ഇരിക്കാം. എന്നാൽ ഒരു കാര്യം വേറെ കൂടെ പോയ ഒരു സിനിമയിൽ അഭിനയിക്കാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ശ്രീകുമാർ അഭിനയിച്ചു. അപ്പോൾ അതിൽ ശ്രീകുമാറിൻ്റെ ആദ്യമൊക്കെ ശ്രീകുമാർ സ്കൂളിൽ ഇങ്ങനെ ഈ കലാപ്രതിഭ അങ്ങനത്തെ കുറേ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ശ്രീകുമാർ പി മണ്ണുത്തി എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഒരു സിനിമ സംവിധാനം ചെയ്തു, ശ്രീകുമാർ പൊടിയൻ എന്നാണ് അതിൽ പേര് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ വെച്ചപ്പോൾ പറഞ്ഞു പൊടിയൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം മനസാവാച എന്ന് പറഞ്ഞ പടം ശേഷം ആൾക്കാർ തിരിച്ചറിയുന്നുള്ള ഇത് വന്നപ്പോൾ അവൻ പൊടിയെന്നുള്ള മാറ്റാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ പറയുന്നത്? അതെ, ഞാൻ സ്കൂളിൽ CMS പഠിച്ചത്. CMS 2-3 സ്കൂളിൽ പഠിച്ചു. നന്നായി പഠിക്കണ കാരണം പല സ്കൂളുകളിലേക്കും എന്നെ പറിച്ചു അങ്ങനെ ഏതോ ഒരു മാറിപ്പോയി. അപ്പോൾ അങ്ങനെ CMS പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, പിള്ളേരൊക്കെ ഭയങ്കര ടെററാണല്ലോ. 5ാം ക്ലാസ്സിൽ ഞാൻ ഭയങ്കര പാള ട്രൗസറൊക്കെ ഇടുക. അപ്പോൾ അങ്ങനെ പേര് ചോദിക്കണ്. 5ാം ക്ലാസ് 2ാമത്തെ കൊല്ലാണെന്ന് തോന്നുന്നു. 2ാമത്തെ കൊല്ലം. ബാക്കിയുള്ളവരൊക്കെ പോയി. എനിക്ക് അവിടെ കുറച്ചും കൂടി പഠിച്ച് തീർക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചർ പേര് ചോദിക്കും. പേര് പറയും, അച്ഛൻ്റെ പേര് ചോദിക്കും. അങ്ങനെ വരിക. എൻ്റെ അച്ഛൻ്റെ പേര് പൊടിയെന്നാണല്ലോ. ഈ പൊടിയെന്ന് പറഞ്ഞ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ചിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ പൊടിയെന്ന് ആരും അച്ഛൻ്റെ പേര് പൊടിയെന്ന് ആരും കേട്ടിട്ടുണ്ടാവില്ല. ഞാനിങ്ങനെ ഒന്ന് വേർത്ത് നിൽക്കുക. ഇങ്ങനെ അടുത്തടുത്ത് വന്നു.
വന്ന് അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രഭാകരൻ എന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ അച്ഛൻ പ്രഭാകരനായി. ശ്രീകുമാർ പി എന്നുള്ളത് കുഴപ്പമില്ല. അറിയണ്ട. ടോണി സേവറിലെ എക്സ്പീരിയൻസ് പറ, എങ്ങനെ ഉണ്ടായിരുന്നു? ടോണി സേവർ എന്താ പറയാ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ ആളാണ് അഭിനയിക്കാൻ വന്നത്. ആൾക്ക് സാധിക്കാതെ ആ ക്യാരക്ടർ പൊന്താതെ വന്നപ്പോൾ എന്നെ വിളിച്ചു. ക്യാരക്ടർ എന്താ പറയാ, മഫ്തി പോലീസുകാരൻ. ശ്രീകുമാറിന്റെ ടാലന്റ് ഞാൻ അറിയണത് എപ്പോഴാന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു ദിവസം എന്നെ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഞാനും ശ്രീകുമാറും കൂടി പോയി. നമ്മളൊക്കെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അന്ന് എനിക്ക് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഞാൻ നേരിട്ട് സിനിമയിലേക്ക് വന്നിട്ടാണ് നോക്കിയത്. ശ്രീകുമാറാണ് ഒരുപാട് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. കുറേ നാടകങ്ങൾ ചെയ്യുകയും ഇപ്പോൾ ഒരുപാട് കോളേജുകളിൽ അവരുടെ ഈ ഫെസ്റ്റിവൽസ് വരുന്ന സമയത്തൊക്കെ നാടകങ്ങൾ പഠിക്കാൻ പോകലും മോൺ ആക്ടും ക്ലേ മോഡലിങ്ങും പിന്നെ അങ്ങനെ ഒരുപാട് സംഭവം ചെയ്യുന്ന ആൾ ശ്രീകുമാർ. അപ്പം അന്ന് ശ്രീകുമാറിൻ്റെ ടാലൻറ്റ് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടികളുടെ അടുത്ത് പോയപ്പോൾ കുട്ടികൾ എന്തെങ്കിലും പെർഫോം ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വരുള്ളൂ ഉള്ളിൽ. അപ്പോൾ അന്ന് ഞാനൊന്നും ചെയ്തില്ല. പക്ഷേ ശ്രീകുമാർ അന്ന് അവിടെ വെച്ചിട്ട് ഒരാൾ പേടിക്കുന്നതിൻ്റെ പല വേരിയേഷൻസ് കാണിച്ചു. അതായത് ടിപ്പിക്കൽ ഒരു നമ്മൾ സ്റ്റേജിൽ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക, ഒരു നാടകത്തിൽ ഇങ്ങനെ പെർഫോം ചെയ്യുക, ശ്രീകുമാർ അങ്ങനെ പെർഫോം ചെയ്ത് കാണിച്ചു. പേടിക്കുന്ന ഒരു സംഭവത്തിന് തന്നെ പല വേരിയേഷൻസ് സ്റ്റേജിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാമെന്ന് അന്ന് ശ്രീകുമാർ അഭിനയിച്ച് പഠിപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി നോർമൽ നമ്മൾ കാണുന്ന പോലെ ഒരു വ്യക്തിയല്ല, അത്യാവശ്യം ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. പിന്നെ അതല്ല, ഇപ്പോൾ ഒരു 500 രൂപയ്ക്കുള്ള അഭിനയമല്ല അവനൊരു സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ഒരു 50,000 രൂപയ്ക്കുള്ള അഭിനയം കാഴ്ചവെക്കും. അത് അവന്റെ അത് ഞാൻ നോക്കാറില്ല. മറ്റേ സംഭവം പറഞ്ഞ കണ്ണിന്റെ നീ പറഞ്ഞാണല്ലേ ടോണി സേവറിന്റെ ഷൂട്ട് നടക്കുക. അപ്പോൾ ഇവ അഭിനയിക്കുന്ന സമയത്ത് എപ്പോൾ നോക്കിയാലും എടാ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. കണ്ണ് അനാവശ്യമായിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഷോർട്ട് സമയത്ത് ഇവൻ എന്നോട് വീഷേ ബാക്ക് നോക്കിക്കോളൂ. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, കണ്ണിനെ ഒന്ന് കൺട്രോൾ ചെയ്യടാ. ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചെറിയൊരു സംഭവം പറയും, എൻ്റെ നോക്കിക്കോളൂ, എൻ്റെ കണ്ണിനെ ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറഞ്ഞു. അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ഡയറക്ടർ കട്ട് വിളിച്ചു, കട്ട് കണ്ടഭിനയിച്ചു. അപ്പം ഇവനോട് കണ്ണഭിനയിക്ക് അഭിനയിച്ചു. നോക്കുമ്പോൾ ബാക്കിൽ ലൈറ്റ് പിടിച്ചിട്ട് കണ്ണൻ എന്ന് പറഞ്ഞ വേറെ ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഫ്രെയിമിൽ വന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഇവനോട് കണ്ണഭിനയിച്ചോ എപ്പോ? ഇവൻ മാക്സിമം കണ്ണ് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണത്. അപ്പോൾ അങ്ങനത്തെ കുറെ ഇൻസിഡൻസ്. പിന്നെ പറയും എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ? അടുത്ത പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പടം ചെയ്തു. പുതിയ പടം ഇപ്പൊ ഡിസ്കഷൻ നടക്കേണ്ടത് തോന്നുന്നു. ഡിസ്കഷൻ നടക്കുന്നു. ഡിസ്കഷൻ ഒന്ന് വിജീഷായിട്ട് ഉള്ള ഡിസ്കഷൻ തന്നെയാണ്. ഞങ്ങളൊരു പടം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വെബ് സീരീസ്, അത് ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. അതിന്റെ കാര്യം നടക്കണു. ഞാൻ 1-2 പ്രോജക്റ്റുകളുടെ പുറകെ ഉണ്ട്. പല കാര്യങ്ങളും എന്നോട് പറയാറില്ല. അവനോട് പറഞ്ഞിട്ടില്ല. എന്നെ ഗസ്റ്റായിട്ട് വിളിച്ച ഫംഗ്ഷന് ഞാൻ പോയിരിക്കുമ്പോൾ അവൻ പ്രസംഗിക്കുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ അറിയണത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ ഇരിക്കുമ്പോഴാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ അറിയണത്. ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത്, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ചാടി പോകുന്ന സമയത്ത് തലേ ദിവസം രാത്രി ഇത് നമുക്ക് വേണ്ട പ്രശ്നമാണ്, കഴുത്ത് പോണ കേസാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ സമാധാനിച്ച് വീട്ടിലേക്ക് വിട്ട വ്യക്തി എന്നെ പിറ്റേ ദിവസം രാവിലെ വിളിച്ച് പറയാണ്, ഞാൻ ശാലിനെ ചാടിപ്പിച്ചു, എത്രയും പെട്ടെന്ന് വായൊന്നു അവനെ. അതായത് പിറ്റേ ദിവസം രാവിലെ പ്ലാൻ ചെയ്യാണ് ചാടിക്കാന്നുള്ളത്. ഞങ്ങൾ പോയിട്ട് കുറുക്കഞ്ചേരി അമ്പലത്തിൽ വിവാഹം കഴിപ്പിക്കുകയും അങ്ങനെ ഒരു നാട് കടത്തുകയും എല്ലാവരും പേടിച്ച് ഒളിവിലായിരുന്നു ഒരു 1-2 ആഴ്ചത്തോളം. അയ്യോ. ഓക്കെ. അപ്പോൾ അങ്ങനെ വിവാഹത്തിൽ എനിക്ക് 2 കുഞ്ഞുങ്ങൾ പിറന്നു. 2 പേരും വലുതായി. ഒരാൾ 10ാം ക്ലാസ്സിലായി. ഇപ്പോഴും വിജീഷ് ബാച്ചിലറാണ്. അതൊന്ന് തീരുമാനത്തിലെത്തിക്കുക നിങ്ങള് അല്ലേ? അപ്പോൾ കുറെ ദിവസമായി ജബിൻ പറയണു മീഡിയ പീഡിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ജബിൻ നമ്മുടെ വളരെ ഓൾഡ് ഫ്രണ്ടാണ് ജബിൻ. പിന്നെ ഇതിന്റെ കൂടെയുള്ള ജബിൻ വേറൊരു ജബിൻ, ആ ജിബിൻ ശ്രീകുമാറിനൊക്കെ ആയിട്ട് കേരള ഓർമ്മയിൽ തന്നെയുള്ള ഭയങ്കര പരിചയം. അങ്ങനെ ഈ മീഡിയ പീഡിയനെ കുറിച്ച് പറയുകയും ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ നോർമലി, അതായത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. തൃശ്ശൂർ ഒരു സ്റ്റുഡിയോ ഒരാൾ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം വലുതാവും. കാരണം എറണാകുളം എന്ന് പറയുന്ന പോലെയല്ല, എറണാകുളം ഒരുപാട് സ്റ്റുഡിയോസ് ഉള്ളതാണ്. അപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നമ്മളത്ര വലിയൊരു പ്രതീക്ഷയില്ലാണ്ട് എന്തായാലും ജബിൻ വിളിച്ചാലേ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷേ വന്നപ്പോൾ ശരിക്കും കണ്ണു തള്ളി. കാരണം ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ, ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ, പ്ലസ് ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലോർ, മേക്കപ്പ് റൂം, അങ്ങനത്തെ ഒക്കെ തൃശ്ശൂരത്തെ ആദ്യത്തെയാണ് സ്റ്റുഡിയോ ആണ്.
അപ്പോൾ പലരും ഇങ്ങനെ ഒരു എന്താ പറയുക ഷോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട്. കുറേ എന്താ പറയുക ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള കുറേ ബിസിനസ്മാൻമാർ, അങ്ങനെ കുറേ പേരുണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാർ എന്നോട് തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പോഡ്കാസ്റ്റ് ഫ്ലോർ കിട്ടാൻ എളുപ്പമല്ല. പുറമേ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെയും ഭയങ്കരമായിട്ട് എക്സ്പെൻസിൽ വരുന്ന ഒരു കേസാണ് ഈ പോഡ്കാസ്റ്റ്. അതെ. പക്ഷെ അതിന് ഇങ്ങനെ ഒരു ഫ്ലോറും ഇത്തരം അറേഞ്ച്മെന്റും ഇൻക്ലൂഡിങ് ക്യാമറ, ലൈറ്റ് എല്ലാം കൂടി അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ വെരി ബിഗ്. അല്ല ഓക്കെ, അതും അല്ല, ഇതിൽ എക്സ്ട്രാ എന്താ പറയുക, ഇതിൽ എല്ലാം പഠിച്ച ആൾക്കാരാണ് കംപ്ലീറ്റ് ക്യാമറയെ കുറിച്ചും എഡിറ്റിങ്ങും ഡയറക്ഷനും. ജെബിനാണെങ്കിൽ ഏഷ്യാനെറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. 2008 തൊട്ട് ജെബിൻ വർക്ക് ചെയ്യണതാ. അപ്പോൾ ജെബിൻ്റെ സൗഹൃദങ്ങൾ മാത്രം ഇവിടെ വന്നു കഴിഞ്ഞാൽ മീഡിയ പീഡിയക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു തവണ കൂടി വരേണ്ടി വരും. എന്തായാലും ഗ്രാൻഡായിട്ട് നമുക്കൊരു പോഡ്കാസ്റ്റ് ഇവിടെ നടത്താം. കാരണം അതിനുള്ള സ്പേസും ഉണ്ട്, അതിനുള്ള ഒരു ആംബിയൻസും ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാൻ. അധികം ഉറങ്ങും. അപ്പോൾ ജിബിനെ അടിപൊളിയാവട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, ഗംഭീരാവട്ടെ.